ஊனை தென்றல் தீண்டவும் விடமாட்டு அந்த திங்கள் தீண்டவும் விடமாட்டு ஊனை வேறு கைகளில் தரமாட்டேன் நான் தரமாட்டேன் நான் தரமாட்டேன் ரோஜா ரோஜா ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ക്ലൈമാക്സ് എപ്പിസോഡ് ഇതാ വന്നെത്തി. എല്ലാവരെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇതുവരെയുള്ള യാത്രയിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദി. പിന്നെ ഇതിലൂടെ ചില റിയാലിറ്റി, നമ്മുടെ സൊസൈറ്റിയുടെ റിയാലിറ്റി തുറന്നു കാണിക്കാൻ കഴിഞ്ഞതിൽ, അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി വേൾഡിലുള്ള ഒരമ്മയും അച്ഛനെയും കാണിക്കുന്നതിലുപരി നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ചില കഥാപാത്രങ്ങളെ ഇതിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലും ഒക്കെ ഒരുപാട് ഒരു സംതൃപ്തിയുണ്ട്. പിന്നെ ഇപ്പൊ മാരേജ് കഴിഞ്ഞവരാണെങ്കിലും, അല്ലെങ്കിൽ ഇനി മാരേജ് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും, ലൈഫിൽ എപ്പോഴും നമുക്ക് പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ തീരുമാനങ്ങൾക്കും മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരുപക്ഷെ നമ്മുടെ ലൈഫ് പാർട്ട്ണറിന്റെ അഭിപ്രായങ്ങൾ പോലും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആകാൻ പോകുന്ന വ്യക്തിയുടെ അഭിപ്രായങ്ങൾ, ഇഷ്ടങ്ങൾ പോലും സെക്കൻഡ് വരണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എല്ലാവരും അങ്ങനെയല്ല പറയാറ്. പക്ഷെ ഞാൻ പറയുന്നത് അതുപോലും സെക്കൻഡ് ആയിരിക്കണം. ഫസ്റ്റ് നമ്മൾ തന്നെ പ്രയോറിറ്റി കൊടുക്കണം. കാരണം നമ്മളെ ശ്രദ്ധിക്കാൻ മറ്റാരും വരില്ല. ഇപ്പോൾ എത്ര ആൾക്കാർ നമ്മൾക്കുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹസ്ബൻഡാകാൻ പോകുന്നവരോ ആരാണെങ്കിലും നമ്മുടെ ഒപ്പം നമ്മളെ കെയർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന പോലെ വേറെ ആരെ കൊണ്ടും ചെയ്യാൻ കഴിയില്ല. സോ നമ്മുടെ റോൾ അത് നമ്മൾ തന്നെ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ആവു പറഞ്ഞതുപോലെ അത് മറ്റുള്ളവർ നമ്മുടെ റോള് കംപ്ലീറ്റ് ആക്കും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് വരണം എന്ന് നിർബന്ധമില്ല. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് കിട്ടിയാലും അത് യൂസ്ഫുൾ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അടുത്ത സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ ആരാ എന്താണെന്നൊന്നും ഇപ്പൊ പറയുന്നില്ല. കാരണം നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അടിവെക്കും. സോ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന സ്റ്റോറിയെ കുറിച്ച് ഞാൻ ചെറിയൊരു ഹിന്റ് തരാം. എന്താണെന്ന് വെച്ചാൽ, ഇതുവരെയും ഞാൻ ചെയ്യുന്ന ഓരോ സ്റ്റോറിയിലും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരു മെസ്സേജ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഞാൻ മനഃപൂർവ്വമായിട്ട് ആഗ്രഹിക്കാറില്ല, പക്ഷെ ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ ഇനി വരുന്ന സ്റ്റോറിയിലും ഒരു മെസ്സേജ് ഉണ്ട്. പക്ഷെ അത് ആ മെസ്സേജ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇതുവരെയുള്ള എൻ്റെ ലേഡി കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എങ്ങനെ ആയിരിക്കണം ഒരു പെൺകുട്ടി എന്നുള്ള എൻ്റെ ഒരു തോട്ടാണ്. ഒരു പെൺകുട്ടി എങ്ങനെ ആയിരിക്കണം എല്ലാ റൗണ്ടിലും, ഇപ്പോൾ ഗ്രാമത്തിലാണെങ്കിലും സിറ്റിയിലാണെങ്കിലും ബോൾഡ് ആണെങ്കിലും, അല്ലെങ്കിൽ ബോൾഡ് ആകാൻ ശ്രമിക്കുന്നതാണെങ്കിലും ആരാണെങ്കിലും, ഒരു പെൺകുട്ടി എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ളത് കാണിക്കാനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് തന്നിരിക്കുക. പക്ഷെ ഇനി വരുന്ന സ്റ്റോറിയിൽ ഒരു പെൺകുട്ടി എങ്ങനെ ആകരുത് എന്ന് നിങ്ങൾ അതിലെ ഹീറോയിനെ കണ്ട് പഠിക്കണം. അതുപോലെ മെയിൽ ക്യാരക്ടർ ആണെങ്കിലും, ഇപ്പൊ മെയിൽ ക്യാരക്ടർ ആണെങ്കിലും എന്റേത് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന മെയിൽ ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ ഗൗതമിന്റെ ക്യാരക്ടർ ആണെങ്കിലും, വിക്കിയുടെ ക്യാരക്ടർ ആണെങ്കിലും, കൗശിയുടെ ക്യാരക്ടർ ആണെങ്കിലും, പിന്നെ ഷെയ്ഡ്സ് ഓഫ് ലവിലെ ആദി, അർജുൻ, ഇതിൽ ഏതോ മെയിൽ ക്യാരക്ടർ എടുത്താലും ആർക്കും ഇഷ്ടപ്പെടാൻ ഇല്ലാത്തൊരു ഇതില്ല. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അഡ്മയർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ഇത്. പക്ഷെ ഇതിലെ മെയിൻ ലീഡ് ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തി ഒരു ആരാധനാ പാത്രമാകണം എന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ആരാധന പാത്രമാകണം എന്നുള്ള രീതിക്കുമല്ല ഞാൻ
ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആകരുത്, ഇങ്ങനെ ആകണം എന്നുള്ള ഉദ്ദേശത്തിലല്ല, ഇങ്ങനെ ആകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കും ഞാൻ ഈ സ്റ്റോറി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, നിങ്ങളിത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, സ്റ്റോറി നിങ്ങളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ആക്കും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ഈ ഒരു ക്യാരക്ടേഴ്സിന്, 2 ക്യാരക്ടറും ആർക്കും അഡ്മയറബിൾ ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറേ അല്ല എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആ സ്റ്റോറി കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും. അപ്പൊ ശരി, നമുക്ക് എന്തായാലും ഇപ്പോൾ ഉള്ള ഈ സ്റ്റോറിയിൽ എന്താണ് സംഭവിക്കാന്ന് നോക്കാം. നമ്മൾ സ്വപ്നം കണ്ടതുപോലെ ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു കിടപ്പുമുറിയിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് നീ എൻ്റേത് മാത്രമാണ്. താനിപ്പോൾ എൻ്റെ ഭാര്യ, ഈ അദ്വൈതിൻ്റെ ഭാര്യ. ഈ മാസം കഴിഞ്ഞാൽ എൻ്റെ 27ാമത്തെ വയസ്സ് തുടങ്ങും. ജാതകപ്രകാരം ഇനിയൊരു വിവാഹം ഉണ്ടാകില്ലെങ്കിലും എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും അനുവാദത്തോടെയും താരചാത്തവും തന്നെ ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ വിധി ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അത് തനിക്ക് വിഷമമുണ്ടോ? ഇല്ല, ഞാൻ സന്തോഷവതിയാണ്. അറ്റ്ലീസ്റ്റ് എന്റെ കഴുത്തിൽ ആദ്യ കിട്ടിയ താലിയെങ്കിലും ഉണ്ടാവില്ല. പോകാം. അതെന്തായാലും അച്ഛനോട് സംസാരിക്കും. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജ് ഇടും. ഓക്കെ? പിന്നെ അയാൾ വിളിക്കാൻ വരുന്ന ദിവസം അതെന്തായാലും എന്നെ അറിയിക്കണം. ആവോ? എനിക്കൊരു മിസ്ഡ് കോൾ തന്നാലും മതി, ഞാനവിടെ ഉണ്ടാകും. ശരി കേട്ടോ. അതിനിടയ്ക്ക് മറ്റെന്ത് സംഭവിച്ചാലും എന്നെ അറിയിക്കാൻ മടിക്കണ്ട. ഓക്കെ. നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നേരെ ഇനി വീട്ടിലേക്കല്ലേ? അതെ. അപ്പോ ഈ സിന്ദൂരം കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ മറന്നു. അതിന് കിടന്ന പ്രശ്നമാകും അതി. അവൾ പെട്ടെന്ന് നെറ്റിലുള്ള സിന്ദൂരം തുടയ്ക്കാൻ തുടങ്ങി. പോയോ? ഇല്ല, അതങ്ങെടുക്ക്. അവൻ ആ കർച്ചീഫ് വാങ്ങി ആ കുങ്കുമം മായ്ക്കാൻ തുടങ്ങി. ഇട്ട ആൾക്ക് തന്നെ ഇങ്ങനെ മായ്ക്കാനും വേണം ഭാഗ്യം, അല്ലേ? കളിയാക്കണ്ട. ഒളിച്ചും പാത്രം ഇട്ടു വന്നതല്ലേ, 4 ആൾ അറിയ ഇട്ടതാ. എങ്കിലിത് മായ്ക്കേണ്ടി വരില്ലല്ലോ. ഇടാ, ആദ്യം ആ ഗോകുലിനോടൊന്ന് ഓടിച്ചു വിടട്ടെ.
പ്രേമിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് വീട്ടിൽ പോവായിരുന്നു. ഇവിടെ പിറകിൽ സീരിയൽ വേറെയും ആൾക്കാരുണ്ടേ, അതും 2 ചെറുപ്പക്കാർ. തനിക്കെന്താ വീട്ടിൽ പോയി മുട്ടി നിൽക്കണോ? അവര് പ്രേമിച്ചോട്ടെ. അല്ല, അവർ പ്രേമിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ അവര് മാത്രല്ലല്ലോ. അതിന് അല്ല, താനൊരു ചെറുപ്പക്കാരി, ഞാനും ഒരു ചെറുപ്പക്കാരൻ. അപ്പോ അവരതിന് വിട്ടെന്തെങ്കിലും ചെയ്തു പോയാൽ തനിക്കെന്താ? അല്ല, അതുപോലെ നമുക്കെന്തെങ്കിലും തോന്നിയാലോ എന്ന്. എസ്പെഷ്യലി എനിക്ക്. അയ്യടാ, തനിക്ക് എന്തെങ്കിലും തോന്നിയാൽ അതൊന്നൊരു മറ്റേ എനിക്കറിയാം. ഓ ആയിക്കോട്ടെ. ഇവിടെ മതി, ഇവിടെ നിർത്തിക്കാതി. അതിന് വീടെത്തില്ലല്ലോ. അവളെപ്പോഴും ഇവിടെ ഇറങ്ങാറുള്ളൂ. അവിടേക്ക് ചെന്നാൽ CCTV ഉണ്ടാന്നു. ഓ, അതിന് ശരിയാ. അല്ല, എപ്പോഴും എന്ന് പറഞ്ഞാൽ അല്ല, വല്ലപ്പോഴും. ശരി, വാ, നീ ഇറങ്ങി. ഇരുവരും കാറിൽ നിന്നിറങ്ങി. പോട്ടെ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. ആവും. ശരി ഏട്ടാ. ഓക്കെ, ബൈ. പാവം, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കണ്ട് പാവം തോന്നുന്നു. അവൾ പാവം തന്നെയാടാ. പക്ഷെ ഇത്രയും പാവമായതാ പ്രശ്നം. നീ ആ ഗോകുല് വീട്ടിൽ വന്ന കാര്യം പറഞ്ഞിരുന്നോ അവളോട്? ഇല്ല. അതും കൂടി അറിഞ്ഞ പിന്നെ ഇങ്ങനെ അവളുണ്ടാവില്ല. അതും ശരിയാ. എന്തായാലും നീ പറയാത്തത് നന്നായി. ശരി, വാ, നമുക്ക് പോ. ആവോ, എന്റെ നെറ്റിലുള്ള കുങ്കുമം പോയല്ലോ അല്ലേ? അതെപ്പോഴും പോയി. പാവം ആദ്യേട്ടൻ അല്ലേ? അതെ, ആദ്യേട്ടനെ പോലെ ഒരാളെ കിട്ടാൻ ചേച്ചി എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത പുണ്യമൊന്നും ആയിരിക്കില്ല, മുച്ചമ്മ സുഹൃതം. അല്ലാതെ എന്താ പറയാൻ. എന്തായാലും ചേച്ചി അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി സംസാരിക്കും. ശരി. അമ്മേ, വന്നോ? ഇത്ര ഒട്ടൊന്നും കഴിഞ്ഞോ നിന്റെ ആർട്സ് ഡേ? ഞാൻ കരുതി വൈകുന്നേരം ആവുന്നു. അപ്പൊ വൈകുന്നേരം വന്നാ മതിയായിരുന്നു. എന്താ? ഒന്നുമില്ല. അച്ഛനെവിടെ അമ്മേ? നിന്റെ അച്ഛൻ കൂട്ടുകാരൻ്റെ ഒപ്പം എവിടെയോ പോയിരിക്കുവോ? എപ്പോ വരും? ഒന്നും പറഞ്ഞില്ല. എന്താ? ഒന്നുമില്ല. അപ്പൊ അച്ഛൻ നേരത്തെ ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞത് സത്യമല്ലേ? അതെ. എന്താ രണ്ടുപേരും പോയി ഡ്രസ്സ് മാറ്റും. കഴിച്ചോ വല്ലതും? ഇല്ല. എങ്കിൽ ഞാൻ കഴിക്കാനെടുക്കാം. കഴിച്ചിട്ട് വരാനുള്ളതായിരുന്നു. ആദ്യേട്ടനെയൊക്കെ ആയിട്ട് ആരെങ്കിലും കണ്ടാ പിന്നെ പിന്നെ എല്ലാവരും നമ്മളെ നോക്കി നടക്കുമല്ലേ. അല്ല, ചേട്ടൻ അങ്ങനെ എവിടെയെല്ലാം ചേച്ചിയും കൊണ്ട് പോയിട്ടുണ്ട്? ഞങ്ങളുടെ അടുത്തും പോയിട്ടില്ല. നിങ്ങൾ തമ്മിൽ അങ്ങനെ കറങ്ങാനൊന്നും പോയിട്ടില്ലേ? ഇല്ല. ഈ പാർക്കിലും ബീച്ചിലൊന്നും? ഇല്ല. പ്രണയിക്കാൻ പാർക്കിലും ബീച്ചിലും പോയാലേ പറ്റുള്ളൂന്നുണ്ടോ? അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും എവിടെയാ മീറ്റ് ചെയ്യാറ്? ബസ്സിലോ? അതോ ഇവിടുന്ന് സ്കൂൾ വരെ എത്തുന്ന ആ സമയം. അതേ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ സംസാരിക്കാൻ. പക്ഷെ അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ഒരുപാട് നല്ല മൊമെന്റ്സും കുറെ നല്ല ഓർമ്മകളും തന്നിട്ടുണ്ട് ആദി. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഈ അവസാനത്തെ 6 മാസം ഒരുപക്ഷെ ഞാൻ ആദ്യയോടൊപ്പം ചെലവിട്ട ദിവസങ്ങളിലായിരിക്കും കൂടുതൽ സന്തോഷിച്ചിരിക്കുക. ഞാൻ ആദ്യയോടൊപ്പമേ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ടാവും. ചെറിയൊരു നോട്ടം കൊണ്ട് പോലും ആദ്യം എന്നെ ഡിസ്കംഫർട്ടബിൾ ആക്കിയിട്ടില്ല.
എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ എന്നെ അദ്ദേഹം തൊട്ടിട്ടുമില്ല. അതിനേക്കാളുപരി ഞാൻ ആദ്യോടൊപ്പം എല്ലായ്പ്പോഴും കംഫർട്ടബിൾ ആയിരുന്നു. ആസ് എ പേഴ്സൺ ഞാനും വാല്യൂ ചെയ്യപ്പെടേണ്ടവളാണെന്നുള്ള തോന്നൽ അത് ആദ്യം മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ആരുടെങ്കിലും മുന്നിൽ ഒരു വാല്യുബിൾ പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യയുടെ മുമ്പിൽ മാത്രമാണ്. ഒരു സ്ത്രീ അല്ല, ഒരു മനുഷ്യജീവൻ നിലയിൽ എന്നെ എപ്പോഴും പരിഗണിക്കുന്നത് പലപ്പോഴും ആദ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരാളെ കൈവിട്ട് കളയാതിരിക്കാനുള്ള, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പോരാടാനുള്ള ശക്തി തരണേന്ന് മാത്രമാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന. എനിക്കറിയില്ല, ഞാൻ എവിടെയെങ്കിലും ഒന്ന് പതറിപ്പോയാൽ അതോടെ കഴിഞ്ഞു എൻ്റെ ജീവിതം. എൻ്റെ സ്വപ്നം, ആഗ്രഹം, പ്രതീക്ഷ എല്ലാം എനിക്ക് നഷ്ടപ്പെടും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി. ചേച്ചി സ്ട്രോങ് ആണ്. ചേച്ചിയെ കൊണ്ട് ഈ പ്രശ്നവും ഓവർകം ചെയ്യാൻ കഴിയും, എനിക്ക് ഉറപ്പുണ്ട്. ചേച്ചി നോക്കിക്കോ, ചേച്ചി പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിയും. നിന്റെ നാവ് പൊന്നാട്ടെ. അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ അമ്മേ. ആ, വരാൻ ലേറ്റാക്കുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വഴിക്ക് എവിടെയോ ബ്ലോക്കാണെന്ന്. ഓ, അച്ഛൻ അവിടെ പോയതാ? സിറ്റി വരെ പോയതാടേ കൂട്ടുകാരൻ്റെ കൂടെ. എത്താറായോ? ഇല്ല, ലേറ്റാകും. ശേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എന്താടി? ഏയ് ഒന്നുമില്ല. എന്തോ പ്രശ്നമുണ്ട്. എന്താ കാര്യം? അത് ചേച്ചിക്ക് അച്ഛനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്ത് സംസാരിക്കാൻ? എടി മോളെ, നീ വശക്കേടായിട്ട് ഒന്നും പറഞ്ഞ് ആ മനുഷ്യനെ വിഷമിപ്പിക്കരുത്. ഇതാ നോക്ക്, അമ്മ നിന്നെ ഇവിടെ നിന്ന് മനഃപൂർവ്വം പറഞ്ഞിടാൻ നോക്കുന്നതല്ല. നിന്നെ ഇത്ര നാൾ അമ്മ ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ മറ്റുള്ള അമ്മമാർ ചെയ്യുന്നത് പോലെ? അവൻ നിന്നെ വിളിക്കാൻ വരുന്നത് വരെ ഞാൻ നിന്നോട് ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ അവൻ്റെ ഒപ്പം ചെല്ലാൻ വേണ്ടി? ഇല്ലല്ലോ. എന്തിനാ ഈ കണ്ട കുടുംബക്കാരോടും നാട്ടുകാരോടും എല്ലാം തല്ലുകൂടിയത്? നിനക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ? നിന്നെ പറഞ്ഞ എത്ര കുടുംബക്കാരെ നമ്മൾ പിണക്കി വിട്ടുള്ളത്? നിന്റെ അച്ഛൻ എത്ര പേരെ പിണക്കി വിട്ടിട്ടുണ്ട്? ഈ വീട്ടിൽ വന്ന് നിന്നെ ഇരുത്തിയിരിക്കുന്ന എന്തിനാന്ന് കുറ്റം പറഞ്ഞതിന്? അതൊക്കെ നിന്നെ വേണ്ടാഞ്ഞിട്ടാണോ? ഇപ്പൊ അവൻ വന്നു, നിന്നെ വേണോന്ന് ചോദിച്ചു. അവനൊരു ചാൻസ് കൂടെ കൊടുക്കാമോ എന്ന് ചോദിച്ചു. ശരി എന്ന് സമ്മതിച്ചു. അതിനർത്ഥം നിന്നെ വേണ്ടെന്നല്ല. എന്താ നോക്ക്, നീ പോയാലും നീ മരിക്കുന്നതുവരെയും അവിടെ കിടക്കുന്നല്ല ഞങ്ങൾ പറഞ്ഞത്. നിനക്ക് പറ്റില്ല എന്ന് കണ്ടാലോ അല്ലെങ്കിൽ നിനക്ക് നിന്നെ വീണ്ടും ഉപദ്രവിക്കുകയാണെന്ന് തോന്നിയാലോ നീ തിരികെ വാ, ഞങ്ങൾ നിന്നെ ഒന്നും പറയില്ല. അതെ മോളെ, ഇനിയും അവന്റെ അടിയും തൊഴിയും കൊണ്ട് കിടക്കാനല്ല പറഞ്ഞേ. അവൻ പഴയ തെറ്റൊന്നും ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് തന്നല്ലേ വിളിച്ചുകൊണ്ട് പോകുന്നേ. അപ്പൊ ആ തെറ്റ് വീണ്ടും ആവർത്തിച്ചാൽ പിന്നെ അവനെ വെറുതെ വിടേണ്ട കാര്യമില്ലല്ലോ. വീണ്ടും അവൻ പഴയതുപോലെ തുടങ്ങിയാൽ ആരെയും വിളിക്കാൻ നിൽക്കേണ്ട, നേരെ ഇങ്ങ് വന്നേക്കും. പിന്നെ മോൾ അങ്ങോട്ട് പോകുകയും വേണ്ട, പോകാൻ ഈ അമ്മ പറയുകയും ഇല്ല. അപ്പോ ആദി മോളെ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? ആദി വേണ്ട. ആദി കാരണമാ നിന്റെ ജീവിതം ഇത്രയും പ്രശ്നത്തിലാക്കിയേ. അല്ലമ്മ, ആദ്യം ഞാൻ ഇപ്പോഴാ കണ്ടുമുട്ടിയേ. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് വെറും 6 മാസം ആകുന്നതേ ഉള്ളൂ. 6 മാസോ? വെറും 6 മാസം പരിചയമുള്ള ചെക്കന് വേണ്ടാണോ നീ സംസാരിക്കുന്നേ? അപ്പൊ അങ്ങനെ വരട്ടെ. എടി മോളെ, ഇവനൊക്കെ എന്തിനാ നിന്റെ പിന്നാലെ വരുന്നത് നിനക്കറിയില്ലേ? പൊന്നു മോളെ, ഇവനൊക്കെ നിന്നെ പറ്റിക്കാനാ പിന്നാലെ നടക്കുന്നേ. ഇവന്റെ ഉദ്ദേശം വേറെയാ മോളെ. ആദ്യം അങ്ങനെ അല്ലമ്മ, നീ കണ്ടോ? നിനക്ക് ഉറപ്പുണ്ടാവും അങ്ങനെ അല്ലാന്ന്? അതങ്ങനെ 4 വർഷം കൂടെ ജീവിച്ചതിനൊക്കെ വിശ്വാസം 6 മാസം പരിചയമുള്ള ചെക്കനോട് നിനക്ക് തോന്നുന്നേ? അവൻ നിന്നെ മനഃപൂർവ്വം പറ്റിച്ചതാ. നീ അവന്റെ വലയിൽ വീണു, അതെന്നെ കാര്യം. ഇത്രയും കാര്യപ്രവൃത്തിയും വിവരവും വിദ്യാഭ്യാസമുള്ള നീ ഈ മണ്ടത്തരം കാണിക്കും ഞാൻ വിചാരിച്ചേ ഇല്ല. എന്തായാലും നീ ഇതൊന്നും അച്ഛനോട് ചെന്ന് വിളമ്പാൻ നിൽക്കണ്ട. ആ മനുഷ്യന് കുറച്ച് സമാധാനം കൊടുക്ക്. പിന്നെ 6 മാസം പരിചയമുള്ള ചെക്കന് വേണ്ടി അവള് 4 വർഷം കൂടെ ജീവിച്ചതിനെ വേണ്ടാന്ന് പോലും സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നു.
ചേച്ചി, ഇന്ന് അച്ഛൻ ജോലിക്ക് പോകുന്നതാ തോന്നേ. അതിനു മുമ്പ് സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക. പിന്നെ ആക്കിയ അത് രാത്രിയാവും അച്ഛൻ വരുമ്പോൾ, അറിയാലോ. ചേച്ചി സംസാരിച്ച് കഴിഞ്ഞാലല്ലേ അത് ചേട്ടന് വരാൻ കഴിയുള്ളൂ. അതെ, അതിനു മുമ്പേ വന്നാൽ എന്ത് ചെയ്യും? എങ്കിൽ അച്ഛനൊരു ഐഡിയ ഇല്ലാതെ പോകും. പിന്നെ ആദ്യം വന്നാൽ എന്താ സംസാരിക്കാൻ പോകുന്നെന്ന് അറിയില്ലല്ലോ. അല്ല, ആരാ ഇത്? മോനോ? മോനെന്താ ഈ വഴിക്ക്? ആരാ? ചേട്ടാ, ഇത് ആരാ വന്നേ നോക്കി? ആരാ? അദ്വൈത്. അത് ഇപ്പോഴേ വന്നു. ചേച്ചി ഇന്നലെ പോയി നോക്ക്. അവനെ വിളിക്ക്. അല്ല, മോനെന്താ ഈ വഴിക്ക്? എന്തെങ്കിലും വിശേഷമുണ്ടോ? ആ, ഞാനൊരു കാര്യം പറയാനാ വന്നേ. എന്താ മണി? മറ്റേ വിവാഹക്കാരിയാണോ? ആ അതെ, ഒരു വിവാഹക്കാരൻ തന്നെയാ. അത് ഞങ്ങൾക്ക് സമ്മതാ മോനെ. പക്ഷേ മോൻ്റെ അമ്മയല്ലേ നടക്കില്ലെന്ന് വിളിച്ച് പറഞ്ഞത്. ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഏത്? അല്ല, അവൻ്റെ ജാതകമായും കൊണ്ട് പോയിട്ടേ. ഓ, അതോ? അത് ഞാൻ തന്നെ അമ്മയോട് വേണ്ടെന്ന് പറയാൻ പറഞ്ഞത്. അതെന്താ? ആൻറ്റി, എനിക്ക് ആലോചനയോട് താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം മുടക്കിയതാ ആ ആലോചന. ശരി, ഇപ്പം ഇത് പറയാനാണോ ഇങ്ങോട്ടേക്ക് വന്നേ? അതിനാണെങ്കിൽ ഇങ്ങനെ വരണമെന്നൊന്നും ഇല്ലായിരുന്നു. കാരണം മോൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ വിവാഹത്തിന് താല്പര്യമില്ല. അത് കാരണം എൻ്റെ മക്കളെ ചതിക്കേണ്ടെന്ന് കരുതി മോൻ അതിൽ നിന്ന് പിന്മാറി. അത് തികച്ചും മോൻ്റെ ഇഷ്ടം. അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, അറിയാം. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി നിങ്ങളുടെ മൂത്ത മകളായതുകൊണ്ട് നിങ്ങളത് അറിയണമെന്ന് തോന്നി. എന്താ ആൻറ്റി? ഞാൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി അത് നിങ്ങളുടെ മകൾ ആരാധ്യയാണ്. അപ്പോ ഈ ആദി അത് ഞാനാ? ഓ, അത് ശരി ശരി. ഇപ്പം എന്താ വരവിൻ്റെ ഉദ്ദേശം? നീ സ്നേഹിക്കുന്ന പെണ്ണ് അത് ആരാധ്യയാണെന്ന് അറിയിക്കാമെന്നതാണോ? അല്ല, ഐ മീൻ അത് മാത്രമല്ല, ഞാൻ അവളെ കൊണ്ടുപോകാനാ വന്നേ. കൊണ്ടുപോകാനോ? അതെ. ഞാനവളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എനിക്കവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങളെനിക്ക് അവളെ തരുവാണെങ്കിൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. അത് ശരിയായിരിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ മോനെ, അവൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞാണെന്നല്ലേ? എനിക്കറിയാം. കല്യാണം കഴിഞ്ഞവളാണ്. 4 വർഷം ഭർത്താവുമായി ജീവിച്ചവളാണ്. ഇപ്പം 3 വർഷമായി ഭർത്താവിനെ പിരിഞ്ഞ് താമസിക്കുകയാണ്. അവളുടെ ഡിവോഴ്സ് കേസ് ഇപ്പോഴും കോടതിയിലുണ്ട്. ഇപ്പോൾ അവളുടെ ഭർത്താവ് അവളെ തിരികെ കൊണ്ടുപോകാനായി വന്നിട്ടുമുണ്ട്, അല്ലേ? എനിക്കറിയാം. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, അവൾ എന്നെ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് അവളെ എനിക്ക് തന്നൂടെ? ഞാൻ എൻ്റെ കണ്ണിന് കൃഷ്ണമണി പോലെ കാത്തോളാം. അവൾ കവിഞ്ഞ് എനിക്ക് മറ്റൊന്നും വേണ്ട. മോനെ, നീ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അവളെ താലി കിട്ടിയോ മനസ്സിലാക്കണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എങ്ങനെയാ ശരിയാവുക? ഭർത്താവുള്ളൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് അവൾക്ക് ഭർത്താവുള്ളത് എനിക്കൊരു പ്രശ്നമല്ല, അവളെ എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കങ്ങ് തരാൻ കഴിയുമോ? അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് അതിനെ സമ്മതിക്കുമോ? എന്തിനാ പോലെ ഇങ്ങനെ വിവരമില്ലാത്ത പോലെ സംസാരിക്കുന്നേ? നിനക്ക് നാട്ടിൽ വേറെ പെണ്ണ് കിട്ടാത്തതുകൊണ്ടാണോ നീ കല്യാണം കഴിഞ്ഞതിന് പിന്നാലെ നടക്കുന്നേ? മോൻ ദയവ് ചെയ്ത അവസ്ഥ മനസ്സിലാക്കണം. വെറുതെ ഇവിടെ വന്നൊരു സംസാരം ഉണ്ടാക്കാൻ ഞങ്ങളെ നാണം കെടുത്താനും നിൽക്കരുത്. ഞങ്ങൾക്ക് ഇനി ഇവിടെ ജീവിക്കാനുള്ളതാ. പിന്നെ
ഞങ്ങളുടെ മകൾ നിനക്ക് എന്തെങ്കിലും മോഹം തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് നിന്നോട് ക്ഷമ ചോദിക്കുന്നു. അവൾ ഇത്രയും വളർന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, കാര്യപ്രാപ്തി ഇതുവരെ ആയിട്ടില്ല. ആയിരുന്നെങ്കിൽ അവൾ ഇങ്ങനൊരു അബദ്ധം ഒരിക്കലും ചെയ്യില്ലായിരുന്നു. മോൻ അവളെ മറന്നേക്ക്. വളരെ മാന്യമായ ഭാഷയിലാണ് ഞാൻ ഈ പറയുന്നത്. ദയവ് ചെയ്ത് ഞങ്ങളെ നാണം കെടുത്തരുത്. ഇപ്പൊ തന്നെ ഈ ബന്ധം അവളുടെ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞു. ഇനി നാട്ടുകാർ കൂടി അറിഞ്ഞാൽ പിന്നെ തലയുയർത്ത് നടക്കാൻ കഴിയില്ല. പ്രഭാകരന്റെ മോക്ക് അവിഹിതമാണെന്ന് നാട്ടുകാർ പറഞ്ഞു വരുത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ് പരത്താതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് നേരിട്ട് വന്ന് ചോദിച്ചത്. ഞാൻ ഭർത്താവുമായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന പെണ്ണിനെയാണ് നിങ്ങളോട് ചോദിച്ചത്. ഭർത്താവുമായി പിരിഞ്ഞ് ഡിവോഴ്സിന് കാത്തുക്കുന്ന പെണ്ണിനെയല്ലേ ഞാൻ സ്നേഹിച്ചത്. അതും അവൾക്ക് ഇനി ഒരിക്കലും ഭർത്താവുമായി ഒത്തുപോകാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം. അവൾക്കൊരല്പമെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പിന്നാലെ നടന്നിരിക്കില്ല. ആൻറ്റി ഒരു ഭർത്താവുള്ള പെണ്ണിനെ സ്നേഹിച്ചത് തെറ്റ് തന്നെയാണ്. അവളുമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതും തെറ്റ് തന്നെയാണ്. പക്ഷെ അതേ ഒരു ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുന്ന പെണ്ണിനെ ഞാൻ സ്നേഹിച്ചതിൽ എന്താ തെറ്റ്? നിനക്കവൾ എങ്ങനെയാ പരിചയം? ബസ്സിൽ കണ്ടുമുട്ടിയുള്ള പരിചയം. എനിക്ക് ആദ്യം ആദ്യമേ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമായിട്ട് തന്നെ ഞാൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നത്. പക്ഷെ പിന്നീട് അറിഞ്ഞത് അവൾ ഓൾറെഡി മാരീഡ് ആണെന്നും ഇപ്പം സെപ്പറേറ്റഡ് ആണെന്നും. പക്ഷേ ഉള്ളിലുള്ള ഇഷ്ടം കൊണ്ട് ഇതൊരു റീസണായി കണ്ട് പിന്തിരിയാൻ തോന്നിയില്ല. നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? ഒരു 6 മാസം. കണ്ടോ, വെറും 6 മാസത്തെ പരിചയം വെച്ചിട്ടാണ് ഇവൻ ഈ വർത്താനം പറയുന്നേ. സംസാര രീതിയും കണ്ടാൽ തോന്നും 6 വർഷത്തെ പരിചയം ഉണ്ടെന്നു. പക്ഷെ നീ ഇതല്ലല്ലോ മുമ്പ് പറഞ്ഞ ശാന്തി. ഈ ചെക്കനെ കണ്ടിട്ട് അവളുടെ ഡിവോഴ്സിന് മുതിർന്നല്ലേ? അത് അങ്ങനെയാ ഗോകുൽ പറഞ്ഞത്. അപ്പൊ ഗോകുൽ പറഞ്ഞത് കള്ളാണെന്നാണോ? അതെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? ഇവർ പറയുന്നതും കള്ളാകാമല്ലോ. ഓ, അപ്പൊ നിനക്ക് ഗോകുൽ പറയുന്നത് അത്രയ്ക്കും വിശ്വാസമാണോ? അതോ അവൻ പറഞ്ഞ കള്ളം നീ വിശ്വസിച്ച് പോയത് കൊണ്ട് ആ കള്ളത്തിനെ സത്യമാക്കാൻ നോക്കുന്നതാണോ? അച്ഛാ, അച്ഛാന്ന് വിളിച്ചതുകൊണ്ടൊന്നും തോന്നരുത്. എൻ്റെ അച്ഛനിപ്പോൾ കൂടെ ഇല്ല. 4 വർഷം മുന്നേ ഞങ്ങളെ വിട്ടു പോയി. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് ഇവിടെ വരുവുള്ളായിരുന്നുള്ളൂ. കാരണം എൻ്റെ അച്ഛനറിയാം അദ്ദേഹത്തിൻ്റെ മകൻ ഒരിക്കലും തെറ്റായ തീരുമാനം എടുക്കില്ല എന്ന്. അതുപോലെ ഞാൻ ഇതുവരെയ്ക്ക് എൻ്റെ അച്ഛനോട് കള്ളം പറഞ്ഞിട്ടില്ല. ആദ്യൻ്റെ അച്ഛനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നതുകൊണ്ട് ഞാൻ അങ്ങയോടും കള്ളം പറയില്ല. ആദ്യം കണ്ടുമുട്ടിട്ട് വളരെ കുറച്ച് മാസങ്ങളാവുന്നതേ ഉള്ളൂ. അതിനുമുമ്പ് ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു കുറച്ചുകൂടി നേരത്തെ കണ്ടുമുട്ടേണ്ടതായിരുന്നു. എൻ്റെ നഷ്ടം. ആദ്യം പറഞ്ഞില്ല. ദാ നോക്ക്, നീ പറഞ്ഞതല്ല ഒരുപക്ഷെ സത്യമായിരിക്കാം. പക്ഷെ ആ സത്യങ്ങൾ കൊണ്ട് ഇനി എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾക്കാണ് പ്രാധാന്യം. യാഥാർത്ഥ്യത്തിൽ അവളിപ്പോൾ ലീഗലി മറ്റൊരാളുടെ ഭാര്യയാണ്. ഈ പറഞ്ഞതുപോലെ അയാൾ വന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയണം? അവൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ അവൾ അയാളുടെ ഒപ്പം പറഞ്ഞേച്ചൊന്നു ഞങ്ങൾ പറഞ്ഞാൽ അയാൾ കേട്ടിട്ട് മിണ്ടാതെ പോകൂ? ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ നീ പറയുന്നത് കേൾക്കാൻ നിർവാഹമില്ല. ശരിയച്ചാ, നിങ്ങൾക്ക് അവളെ തരാൻ കഴിഞ്ഞില്ലെങ്കിൽ സാരമില്ല. പക്ഷെ അവൾ അവൻ്റെ ഒപ്പം പറഞ്ഞു വിടാതിരുന്നൂടെ? അവൾ എൻ്റെ ഒപ്പമോ നിങ്ങളുടെ ഒപ്പമോ ഇരുന്നാൽ ഹാപ്പി ആയിരിക്കും. പക്ഷെ അവൻ്റെ ഒപ്പം അങ്ങനെ ഹാപ്പി ആയിരിക്കില്ല. അവൻ അവളെ എത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഒരുപക്ഷെ എന്നെക്കാളേറെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് അറിയായിരിക്കും. എന്നിട്ടും എന്തിനാ നിങ്ങൾ അവളെ വീണ്ടും ആ സൈക്കോടൊപ്പം പറഞ്ഞയക്കുന്നേ? അതിൻ്റെ ഞാനിപ്പോൾ വന്നത് അവൾക്ക് വേണ്ടി തന്നെയാ. പക്ഷെ അവളെ സ്വന്തമാക്കണമെന്നതിലുപരി അവളെ സുരക്ഷിതയാക്കണമെന്നുള്ളതാ എനിക്കിപ്പോൾ ഇമ്പോർട്ടൻസ്. അവൾ നിങ്ങളുടെ ഒപ്പം ഉള്ളിടത്തോളം കാലം സുരക്ഷിതയായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ അവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ആ പേടികൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ എനിക്ക് നിങ്ങൾ ആരെയും നാണം കെടുത്തണമെന്നൊരു ഉദ്ദേശവും ഇല്ല. അവൾക്ക് വേണ്ടി എത്ര വർഷക്കാലം കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ്. അവൾ നിങ്ങളുടെ ഒപ്പമാണെങ്കിൽ നിങ്ങളോട് തരുന്നതുവരെ ഞാൻ എടുക്കില്ല. പക്ഷേ അവളുടെ കൈ വിട്ടു പോകുമെന്ന് തോന്നിയാൽ ഞാൻ അവളെ കൊണ്ടുപോകും.
നിങ്ങളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ. അമ്മ പറയുന്നത് കേട്ടോ ചേട്ടാ? അവൻ നമ്മളെ ഭീഷണിപ്പെടുത്തുക, കൊണ്ടുപോയിക്കളയെന്നൊക്കെ. ഇന്നലെ വരെ എനിക്ക് സംശയമായിരുന്നു എന്താ ഇവളുടെ ഈ വാശിക്ക് കാരണമെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അനാവശ്യ പ്രതീക്ഷ കൊടുത്ത് അവനവളെ വലയിലാക്കി വെച്ചേക്കുക. കണ്ടില്ലേ ഈ സിനിമയിൽ വെല്ലുന്ന ഡയലോഗ്? എന്റെ മോനെ, ഈ സിനിമ ഡയലോഗൊന്നും ഇവിടെ നടക്കില്ല. ഇതൊക്കെ ഞങ്ങൾ കുറേ കേട്ടിട്ടുള്ളതാ. അവളില്ലാതെ ഞാനില്ല, ഞാനില്ലാതെ അവളില്ല എന്നൊക്കെ ഇപ്പൊ പറയും. അവസാനം ജീവിച്ചു തുടങ്ങുമ്പോ പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് വന്നവളല്ലേ നീ, ഇനി നീ എന്നെ ഉപേക്ഷിച്ച് പോയില്ലെന്ന് ആര് കണ്ടു എന്നുള്ള ചോദ്യം വരും. എന്റെ പൊന്നുമോളെ, നീ ഈ പറയുന്നത് കേട്ടൊന്നും ചാടാൻ നിൽക്കരുത്. എല്ലാം വായ്ത്താളം മാത്രമേ കാണുള്ളൂ. അതിന് എന്റെ പേര് ഗോകുലെന്നല്ല ആന്റി. കിട്ടിയ പെണ്ണിനെ എന്ത് വൃത്തിയോടും പറയുന്ന ചെയ്യുന്ന ഗോകുലിനെ പോലുള്ള ആൾക്കാരെ ആന്റി കണ്ടിട്ടുണ്ടാകും. ആ ഗണത്തിൽ എന്നെ കൂട്ടരുത്. കാരണം അവന്റെ തന്ത അല്ല എന്റെ തന്ത. കിട്ടിയ പെണ്ണിനെ മേൽ കൈവയ്ക്കാൻ മാത്രം ഭീരുവല്ല ഞാൻ. അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരുത്തരും തന്റെ ഭാര്യയെ വേദനിപ്പിക്കാനും കഴിയില്ല. ഭർത്താവാണെന്നാൽ അധികാരം കാണിക്കുന്നവന്മാരാ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവസാനമായിട്ട് പറയാം, ഇവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഫാമിലി തള്ളിപ്പറയാൻ തുനിഞ്ഞവനാണ്. എനിക്ക് നിങ്ങളെയും തള്ളിക്കളയാൻ അറിയാത്തതുകൊണ്ടല്ല, ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാ. അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് വിഷമിപ്പിക്കരുതെന്ന് അവൾ വാശി പിടിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ അനുവാദം പോലും വേണ്ട അവളവിടെ നിന്ന് കൊണ്ടുപോകാൻ. ഓ, അപ്പൊ നിങ്ങളെ കൊണ്ടുപോ. നീ കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണം അച്ഛാ, പ്ലീസ്. ഒരു പ്രശ്നത്തിനല്ല ആദ്യം വന്നത്. അച്ഛ സംസാരിച്ച സ്ഥിതി വഷളാക്കരുത്. ഞാനാണോ വഷളാക്കുന്നേ? അല്ല അച്ഛാ. പക്ഷെ ഉച്ചക്കുള്ളിൽ നാട്ടുകാരത് ശ്രദ്ധിക്കും. അതിന്റെ പഴിയും കൂടെ പിന്നെ ഞാൻ തന്നെ ചുമക്കേണ്ടി വരും. അതുകൊണ്ടാ. അതൊരു പ്രശ്നം വേണ്ട ആദി. ഞാൻ കാരണം ഇവിടെ ഇനി ഒരു പ്രശ്നവും വരണ്ട. അപ്പൊ നീ പോവാണോ? ഇല്ല, ഞാൻ പോകില്ല. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ പോകില്ല. എനിക്കിങ്ങനെ പോകാൻ പറ്റില്ല ആദി. പക്ഷേ എനിക്കിപ്പോ വരാനും പറ്റില്ല. ആദി ഇപ്പൊ പൊക്കോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോകില്ല. പക്ഷെ ഇവര് നിന്നെ പറഞ്ഞു വിടും. അതും ഇല്ല. അങ്ങനെ പറഞ്ഞു വിട്ടാലും ഞാൻ പോകില്ല. പോകുന്നെങ്കിൽ അതിന് മരണത്തിലേക്കായിരിക്കും. അത് ഞാൻ മരണത്തുല്യമെന്നാണ് ഉദ്ദേശിച്ചത്. അതിപ്പോ പൊക്കോ. അത്